തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ താൻ ചിരിച്ചുകൊണ്ട് നാട്ടുകാർക്കൊപ്പം ഉണ്ടാകുമെന്നും ഈസ്റ്ററും വിഷുവും തൃശൂർ പൂരവും അടക്കം എല്ലാ ആഘോഷങ്ങളും തെരഞ്ഞെടുപ്പിനുള്ളിൽ ലഭിച്ചത് അനുഗ്രഹമായി കാണുന്നെന്നുമാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത്. 41 ദിവസമാണ് ഇനിയുള്ളത്. കുറച്ചുകൂടി ആഴത്തിൽ പ്രചരണം നയിക്കാനും സമാധാനത്തോടെ പ്രചരണം നടത്താനുമുള്ള സമയം കിട്ടും. കഴിഞ്ഞ തവണ അത് കിട്ടിയില്ലായിരുന്നു. ഈസ്റ്റർ, വിഷു, 7 ദിവസത്തെ പൂര ആഘോഷം, അങ്ങനെ പലതും ഇവിടെ നടക്കാനുണ്ട്. മാസങ്ങളായിട്ടല്ല, വർഷങ്ങളായി ഞാൻ ഇവിടെ തൃശ്ശൂരിലുണ്ട്. പ്രചരണത്തിന്റെ ഘട്ടങ്ങൾ ഞാൻ അളക്കുന്നില്ല. സമയം കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടി നന്നായി പ്രചരണം നയിക്കാനാകുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. അതേസമയം ഇതിനിടയിൽ പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തുള്ള വോട്ടുകൾ സമാഹരിക്കാനായി പ്രത്യേക തന്ത്രങ്ങൾ ബി.ജെ.പി. മെനയുന്നുണ്ട്. സാംസ്കാരിക രംഗത്തും പൊതുമണ്ഡലത്തിലും പ്രശസ്തരായവരെ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘുരാജ് രംഗത്ത് വരുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക. വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത്. പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് താൽക്കാലിക ലാഭത്തിനല്ല, അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണെന്നാണ് രഘുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഏതായാലും എല്ലാ നെറികെട്ട വഴിയിലൂടെയും വോട്ട് പെട്ടിയിലാക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നതാണ് നല്ലത്. കേരളത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കപ്പെടുന്ന മണ്ഡലമാണ് തൃശൂർ. ബി.ജെ.പി. എ ക്ലാസ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന ഇവിടെ ഇക്കുറി സുരേഷ് ഗോപിയിലൂടെ താമര വിരിയിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം. സുരേഷ് ഗോപിയുടെ സ്വീകാര്യത വോട്ടായി മാറുമെന്നാണ് പാർട്ടി കരുതുന്നത്. മാത്രമല്ല 2019-ൽ സുരേഷ് ഗോപി നേടിയ വോട്ടുകളും ബി.ജെ.പിയുടെ പ്രതീക്ഷ വാനോളം ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിരുന്നു കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ ബി.ജെ.പി. ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അവസാന ലാപ്പിൽ എത്തിയിട്ടും ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു അന്ന് താരം കാഴ്ചവെച്ചത്. സുരേഷ് ഗോപിയിലൂടെ വോട്ട് നില 2014-നേക്കാൾ 3 ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു. മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളടക്കം ഇത്തവണ നേടാനാകുമെന്ന് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വിജയിച്ചാൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് ബി.ജെ.പി. പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്നും ബി.ജെ.പി. നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പത്മജിയുടെ ബി.ജെ.പി. പ്രവേശനവും വോട്ടായി മാറുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. തൃശൂരിൽ UDF-ന് വേണ്ടി കെ മുരളീധരനും LDF-നായി VS സുനിൽകുമാറുമാണ് മത്സര രംഗത്ത്.